الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ കാരുണ്യവാനായ റബ്ബുൽ ആലമീൻ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് അവൻ നൽകുന്ന സകല അവസരങ്ങളും അവൻ്റെ പൊരുത്തവും ഇഷ്ടവും നേടിയെടുക്കാൻ പറ്റുന്ന വിധേനയുള്ള കർമ്മങ്ങളുമായി അമലസ്വാലിഹാത്തുകളുമായി ജീവിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണേ എന്ന ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകളിൽ വിഹരിക്കുന്ന സൗഭാഗ്യവാന്മാർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നവനാണെങ്കിൽ അവൻ്റെ ജീവിതത്തെ തികഞ്ഞ ബോധ്യത്തോടെ കൂടിയാവണം അവൻ സമീപിക്കേണ്ടത്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവൻ ഗൗരവത്തോടെ ജീവിതത്തിൽ കണ്ടെത്തണം. അതിലൊന്ന് അറിവാണ്. എന്തൊരു ഇബാദത്തും എന്തൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അയാൾ അന്വേഷിക്കേണ്ട ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവാണ്. 2, ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുക എന്നതാണ്. ഒരു കാര്യം പഠിച്ചാൽ, അറിഞ്ഞാൽ, കേട്ടാൽ പിന്നെ അത് പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബാധ്യത. പഠിക്കുക എന്നുള്ളതൊരു വലിയ പണിയുണ്ട്, അതിനേക്കാൾ ഭാരമാണ് ആ കാര്യം ചെയ്യുക എന്നത്. 3-ാമത്തേത് അദ്ദഅവതു ഇലൈഹി, നമ്മൾ പഠിച്ച പ്രവർത്തിക്കുന്ന നല്ല കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. ഒരുപാട് ആളുകൾക്ക് വലിയ പ്രയാസമുള്ളതാ, മിണ്ടൂല. നല്ല കാര്യം അയാൾ ചെയ്യും, നല്ല കാര്യം ഒരുപാട് പഠിക്കും, ആരോടും പറഞ്ഞു കൊടുക്കില്ല. ദഅവതു ഇലൈഹി, നന്മയിലേക്ക് ക്ഷണിക്കൽ ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. 4, അസ്സബ്ർ, ഈ മേഖലകളിലൊക്കെ നല്ല ബുദ്ധിമുട്ടുകൾ വരും, ആക്ഷേപങ്ങൾ ഉണ്ടാകും, വിമർശനങ്ങൾ ഉണ്ടാകും. ക്ഷമിക്കാൻ കഴിയണം. നമ്മൾ എത്രമാത്രം നന്നായി ജീവിക്കുന്നുവോ അത്രയും നമുക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും. നമ്മൾ എത്രമാത്രം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നുവോ അത്രയും നമുക്ക് ഉപദ്രവങ്ങൾ കേൾക്കേണ്ടി വരും. നല്ല ക്ഷമ വേണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരിൽ സ്വഹാബത്തിന്റെ ഇടയിൽ ഒരാളുടെ തലക്ക് മുറിവേറ്റു. മുറിവേറ്റ സമയത്ത് അദ്ദേഹത്തിന് വുളു ഉണ്ടാക്കാനുള്ള ഒരു പ്രയാസഘട്ടം എത്തിയപ്പോൾ തയമ്മും ചെയ്യേണ്ടി വന്നു. എങ്ങനെയാണ് തലക്കൊക്കെ മുറിയേറ്റത് കൊണ്ടും രക്തമൊക്കെ വലിക്കുന്നത് കൊണ്ടും എങ്ങനെ തയമ്മും ചെയ്യണമെന്നറിയാത്തത് കൊണ്ട് ഒരു മാർഗം സ്വഹാബിമാരിൽ ചിലർ പറഞ്ഞു കൊടുത്തു. അവർക്ക് ശരിക്കും അറിഞ്ഞിട്ടല്ല പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം ആ രൂപത്തിൽ അങ്ങ് ചെയ്തു കഴിഞ്ഞ് തലക്ക് നല്ല പരിക്ക് കൂടുതലായി. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, നിങ്ങൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ പറഞ്ഞു കൊടുത്ത വ്യക്തികൾ അവനെ കൊന്നതാണ്.
അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്, തെറ്റ് പഠിപ്പിച്ചു കൊടുത്തിട്ട്, അള്ളാഹു അവരെ ശിക്ഷിക്കട്ടെ എന്നും അള്ളാഹു അവരോട് പിണങ്ങട്ടെ എന്നൊക്കെയുള്ള സ്വരത്തിലാണ് നബി തങ്ങൾ അവരോട് സംസാരിച്ചത്. എന്നിട്ട് നബി പറഞ്ഞു, അലാ സഅലൂ ഇദ് ലം യഅലമൂ, അവർക്കൊരു കാര്യം അറിയില്ലായിരുന്നെങ്കിൽ ഒന്ന് ചോദിച്ചൂടായിരുന്നോ? ഫഇന്നമാ ശിഫാഉൽ ഇയ്യി അസ്സുആൽ, അറിവില്ലായ്മയുടെ മരുന്നാണ് ചോദിക്കുക, പഠിക്കുക എന്നത്. ഞാൻ ചോദിച്ചാൽ അയാൾ എന്താ വിചാരിക്കുക? ഞാൻ ചോദിക്കുമ്പോ മറ്റുള്ളവരെന്താ വിചാരിക്കുക? ഞാൻ അങ്ങനെ ചോദിച്ചാൽ അയാൾ എന്നെ കുറിച്ച് ഒരു നെഗറ്റീവായി വല്ലതും ചിന്തിക്കും. ഇതൊക്കെ നമുക്ക് ശൈത്താൻ ഉണ്ടാക്കി തരുന്ന ചിന്തകളാണ്. അറിവുള്ള ആളുകളായി മാറണം, ചോദ്യങ്ങൾ ചോദിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇബാദത്തുകളുടെ കാര്യം വരുമ്പോ, ആരാധനകളുടെ കാര്യം വരുമ്പോ അറിവില്ലായ്മയുണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു, നമസ്കാരം കാണിച്ചു കൊടുത്തു. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, പഠിക്കണം, ഇത് മനസ്സിലാക്കണം. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കണം. നമ്മളൊക്കെ നമസ്കാരങ്ങൾ എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ല എന്ന് പറഞ്ഞ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന എത്ര ആളുകളുണ്ട്? നിങ്ങൾ നായ കാലുകൾ, കൈകൾ നിലത്ത് വെച്ച് കിടക്കുന്ന പോലെ സുജൂദ് ചെയ്യരുത്. കൈ രണ്ടും നിലത്ത് പതിച്ചുകൊണ്ട് ആവരുത് സുജൂദ്. കൈയിന്റെ പാർശ്വഭാഗങ്ങളാണ് സുജൂദിൽ വീഴേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിസ്കാരത്തിന്റെ രൂപത്തിൽ കാണാം, നിങ്ങൾ നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടൂല. എത്ര പേരാണ് അവരുടെ മുണ്ട് താഴേക്ക് പതിച്ചുകൊണ്ട് നിലത്ത് കിടക്കുന്നുണ്ട്, നല്ല പോലെ നിസ്കരിക്കുന്നുണ്ട്. വുളു ശരിയാകാത്തവന്റെ നമസ്കാരം ശരിയാകൂല. ഇതൊക്കെ ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഒരു നമസ്കാരം പോലും പഠിക്കാതെ അറിയാതെ ചെയ്യരുത്. ഹജ്ജിന് വേണ്ടി സ്വഹാബത്തിനെ കൂട്ടി നബി തങ്ങൾ ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളെല്ലാം ജീവിതത്തിൽ ഒരിക്കലാണ് നബി തങ്ങൾക്ക് അവസരം കിട്ടിയത്. അന്ന് പഠിപ്പിച്ചു കൊടുത്തു, മുഴുവനായും അത് പഠിപ്പിച്ചു കൊടുത്തു. അവരോട് പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോ ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് കണ്ട് പഠിക്കണം. അവനവന്റെ ഇഷ്ടത്തിൽ ഇബാദത്ത് എടുക്കല്ലേ. ദീന് പറഞ്ഞു തരും, എവിടെ നിൽക്കണം, എപ്പോ നിൽക്കണം, എപ്പോ പോകണം, എത്ര കല്ലെറിയണം, എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അത് നിങ്ങൾ പാലിക്കണം, അത് സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സുന്നത്ത് നോമ്പും ഫർള് നോമ്പും എടുക്കുന്നവരാണ് നമ്മളെങ്കിൽ നോമ്പ് പഠിക്കാതെ നോമ്പെടുക്കല്ലേ. എന്തിനങ്ങനെ പഠിക്കാനുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ്, റുബ്ബ സായിമിൻ, എത്രയെത്ര നോമ്പുകാരുണ്ട്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, വിശപ്പല്ലാതെ അവന്റെ നോമ്പ് കൊണ്ട് ഒരു ഫലവും കിട്ടൂല. പട്ടിണി മാത്രമേ ഉണ്ടാവുള്ളൂ, അവൻക്ക് നോമ്പിന്റെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. അതിന്റെ ശരിയായ രൂപത്തിൽ അവൻ പാലിച്ചിട്ടുണ്ടാവില്ല. വിശപ്പ് സഹിച്ചിട്ടുണ്ടാകും, ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടാവും, വെള്ളം ഒഴിവാക്കിയിട്ടുണ്ടാകും. നോമ്പിന്റെ പൂർണ്ണത ലഭിക്കാതെ പോകുന്നവനെ പറ്റി പറയാ, വറുബ്ബ ഖായിമിൻ, എത്രയെത്ര രാത്രി നമസ്കാരക്കാരുണ്ട്, നന്നായി നിസ്കരിക്കും, കുറെ നേരം നിന്ന് നിസ്കരിക്കും. ആ നമസ്കരിക്കും, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, ഉറക്കമൊഴിച്ചു എന്നല്ലാതെ വേറെ ഒരു നേട്ടവും കിട്ടാത്ത നിസ്കാരക്കാരുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിക്കണം, ഒന്ന് അറിയണം, അത് എത്രമാത്രം പൂർണ്ണതയിലേക്ക് എത്തണമെന്ന് മനസ്സിലാക്കാൻ. നോമ്പ് എന്ന് പറയുമ്പോൾ ഇസ്ലാം അതിനെ ഉപയോഗിച്ച പദം ഖുർആനിലൊക്കെ ഉപയോഗിച്ചത് സൗമ് എന്നാണ്, സിയാം എന്നാണ്. ആ വാക്കുകൾ കൊണ്ട് തന്നെ അർത്ഥമാക്കുന്ന ഭാഷയിൽ, ഭാഷാപരമായി നോക്കിയാൽ ഒരു കാര്യത്തെ കുറിച്ച് അറബി ഭാഷയിൽ തടഞ്ഞു വെക്കുന്നതിനാണ് സൗമ് എന്ന് ഉപയോഗിക്കുക. മറിയം ബീവിനോട് അവിടുത്തെ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിച്ച സമയത്ത് പല ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആരാ കുട്ടിന്റെ വാപ്പ? എന്നിങ്ങനെയാണ് മറിയമേ നിനക്കിത് സാധിച്ചത്? നീ ഒരു നല്ല വാപ്പാന്റെ ഇമ്മാന്റെ കുട്ടിയല്ലേ, നിനക്ക് എങ്ങനെയാണ് ഇത്ര വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്? ഭയങ്കര രൂക്ഷമായ വിമർശനങ്ങൾ. ഭർത്താവില്ലാതെ ഗർഭം ചുമന്നതാണ്. അല്ലാഹു തആലയുടെ പ്രത്യേക തീരുമാനത്തിലാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞ വാക്കുണ്ട്, നിങ്ങൾ എന്തെന്നോട് ചോദിച്ചാലും എത്ര ആക്ഷേപിച്ചാലും ഞാൻ മിണ്ടൂല. ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ റഹ്മാനിനു വേണ്ടി ഇപ്പോൾ സൗമ നേർച്ചയാക്കിയിരിക്കുകയാണ്.
ഞാൻ സൗമ് അഥവാ നോമ്പ് എന്ന് പറയുന്നത് എന്ത് നോമ്പാണ്? ഫലന്നുകല്ലിമൽ യൗമ ഇൻസിയാ, സംസാരം വെടിഞ്ഞു, മിണ്ടൂല. പൂർണ്ണമായി സംസാരം ഉപേക്ഷിച്ചയാളാണ് ഞാൻ. അതുകൊണ്ട് എന്നോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ മിണ്ടൂല, ഞാൻ സംസാരം വെടിഞ്ഞിരിക്കുന്നു. നമുക്ക് നൽകിയ സൗമം ഒരു തരം വെടിയലാണ്. അസ്വംതു ലിഅന്നഹു ഇംസാകുൻ അനിൽ കലാമി, മറിയം ബീവി ചെയ്തത് സംസാരം ഉപേക്ഷിക്കലാണ്. നമ്മൾ നോമ്പ് നോൽക്കുന്നത് എങ്ങനെയാണ്? അസ്സൗമു അത്തഅബ്ബുദു ലില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ ഇബാദത്താണ് നമ്മൾ നോമ്പ്. വബിൽ ഇംസാകി അനിൽ അക്ലി വശുർബി, തീറ്റയും കുടിയും ഒഴിവാക്കണം. വസായിരിൽ മുഫത്തിറാത്തി, നോമ്പ് മുറിയാൻ സാധ്യതയുള്ള എല്ലാത്തിന്നും ഒഴിവാകണം. മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസി, പ്രഭാതം മുതൽ പ്രദോഷം വരേക്കും. ഇതിനാണ് നോമ്പ് എന്ന് പറയുന്നത്. ഭക്ഷണം മാത്രം ഒഴിവാക്കിയാൽ പോരാ, വെള്ളം ഒഴിവാക്കിയാൽ പോരാ, നോമ്പിന് തടസ്സം നിൽക്കുന്ന എല്ലാം ഉപേക്ഷിക്കണം. സംസാരത്തിൽ വരുന്ന അപാകതകൾ വരെ, മോശം പ്രവർത്തനങ്ങൾ വരെ എല്ലാം ഉപേക്ഷിക്കലാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ നോമ്പുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇസ്ലാമിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം ആഷൂറ എന്ന് പറയുന്ന മുഹറം 10 ഒറ്റ നോമ്പായിരുന്നു നിർബന്ധം. പിന്നീട് റമദാൻ മാസത്തിൽ നിർബന്ധമാക്കി. അതും കഴിയാതെ പോകുന്നവർ അന്നും പൂർണ്ണമായ നിർബന്ധമല്ല. ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് വയ്യ വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം കൊടുത്ത് ഒഴിവാകാമായിരുന്നു. പിന്നീട് അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, യശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ആയത്തിറങ്ങി. റമളാനിൽ സാക്ഷികളായവരെല്ലാവരും നോമ്പെടുത്തിരിക്കണം. നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റുന്നത് യാത്രക്കാരനോ രോഗിയോ ഗർഭിണിയോ ആണെങ്കിലല്ലാതെ. അപ്പോഴാണ് പൂർണ്ണമായ നിയമമായിട്ട് അവിടെ വരുന്നത്. എന്നിട്ട് ഇസ്ലാം പിന്നീട് പഠിപ്പിക്കുകയാണ്, ആർക്കെല്ലാം ഈ നോമ്പ് നിർബന്ധമായി നോറ്റിരിക്കണം. അൽ മുസ്ലിമോ, മുസ്ലിമായവർ നോമ്പ് നിർബന്ധമായി. വൽ ബുലൂ, പ്രായപൂർത്തി എത്തിയ ആളായിരിക്കണം, കുട്ടികൾക്ക് നിർബന്ധമില്ല. വൽ ആഖിലു, മാനസിക വിഭ്രാന്തിയുള്ളവർ, മനോരോഗം ബാധിച്ചവർ, ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചവർ, അവർക്ക് നോമ്പ് നിർബന്ധമില്ല. പ്രായപൂർത്തിയായിട്ടുണ്ടാകും, വയസ്സൊരുപാടായിട്ടുണ്ടാകും. അൽ ആഖിലു, മൂന്നാമത് നിർബന്ധമാകുന്നത് ബുദ്ധിയുള്ള ആളുകൾക്കാണ്, നോർമൽ സ്റ്റേജിലുള്ള ആൾക്കാർക്കാണ്. നാലാമത്തേത് മുസാഫിർ അല്ലാതായിരിക്കണം. ഒരു യാത്രക്കാരൻ ലോങ് യാത്രയാണെങ്കിൽ കഷ്ടപ്പെട്ട് നോൽക്കേണ്ടതില്ല, അയാൾക്ക് അടുത്ത ദിവസം നോറ്റ് വീട്ടാൻ പറ്റും. അഞ്ചാമത്തേത് സിഹത്തുള്ളവനാവണം, ആരോഗ്യമുള്ളവരായിരിക്കണം. രോഗി കഷ്ടപ്പെടേണ്ട, 2-3 നേരം മരുന്ന് കുടിക്കുന്ന ഒരു സ്ഥിരമായ രോഗിയാണെങ്കിൽ അയാൾക്ക് മറ്റൊരു ദിവസം വീട്ടാൻ പറ്റുമെങ്കിൽ വീട്ടുക, അല്ലെങ്കിൽ മറ്റു പരിഹാര മാർഗം കൊടുക്കുക. 6 ഹൈദിന്റെയും നിഫാസിന്റെയും അശുദ്ധമായ രക്തമുള്ളവരാണെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ അവർ നോമ്പെടുക്കാൻ പാടില്ല. അല്ലാത്ത നിലക്കുള്ള ആളുകൾ, ശുദ്ധിയുള്ളവരെല്ലാവരും നോമ്പെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് ആരംഭിക്കുന്നത് റമദാനിലെ നോമ്പിന്റെ ഒരു പ്രത്യേകത, 2 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് റമദാനിലെ നോമ്പ് തുടങ്ങാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ശഅബാന് 30 പൂർത്തിയാകണം, അല്ലെങ്കിൽ ഈ ശഅബാനിന്റെ 29 മാസപ്പിറവി കണ്ടിരിക്കണം. അത് തീരുമാനമാകാതെ നോമ്പെടുക്കാൻ പാടില്ല. സംശയമുള്ള ദിവസത്തിൽ നോമ്പെടുക്കാൻ പാടില്ല. മാസം കാണുമോ കാണൂലേ എന്ന് നാളെ സംശയം എങ്കിൽ ആ ദിവസത്തെ നോമ്പ് ഉപേക്ഷിക്കണം. സംശയത്തെ ചില ആൾക്കാർ കാണാൻ ശഅബാൻ അവസാനെത്തുമ്പോ പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് അങ്ങോട്ട് നോമ്പെടുത്ത് പോകുന്നത്. അതുകൊണ്ട് സംശയമുള്ള ദിവസങ്ങളിൽ ലാ തുഖദ്ദിമു അശ്ശഹറ ഹത്താ തറവുൽ ഹിലാല ഔ തുകമ്മിലുൽ ഇദ്ദ, മാസം പൂർത്തിയാകുന്നത് വരെ അല്ലെങ്കിൽ മാസപ്പിറവി കാണുന്നത് വരെ നിങ്ങൾ റമദാനിന്റെ നോമ്പ് മുൻകടന്നു പോകരുത്. 2 ദിവസം മുമ്പ് തുടങ്ങുക, ഇനി മാസം കാണാനൊന്നും കാത്തുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാൻ പറ്റൂല. അമ്മാർ ഇബ്നു യാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും സംശയമുള്ള ദിവസം പോയി നോമ്പെടുത്താൽ ഫഖദ് അസാ അബുൽ ഖാസിം എന്ന നമ്മുടെ പ്രവാചകനെ അവൻ ധിക്കരിച്ചവനായി മാറുകയാണ്. മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞാൽ നമ്മൾ നേർക്ക് നേരെ കടപ്പുറത്ത് പോയി നമ്മൾ കണ്ടോളണമെന്നില്ല. വിശ്വാസയോഗ്യരായ ആളുകളുടെ തെളിവടിസ്ഥാനത്തിലുള്ള വാർത്തയറിഞ്ഞാൽ, മാസപ്പിറവി കണ്ടാൽ അതൊരു സ്റ്റാറ്റസിൽ ഒതുങ്ങേണ്ട വാക്കല്ല. പ്രാർത്ഥിക്കണം ഒരു മുഅ്മിൻ. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം വത്തൗഫീഖ് ലിമാ യുഹിബ്ബു റബ്ബുനാ വയർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്.
ഇത് ഷഅബാനിലും റമദാനിലും ഉള്ളതല്ല. എന്ന് മാസപ്പിറവി കണ്ടാലും മാസപ്പിറവി ദൃശ്യമാകുമ്പോഴെല്ലാം ഉള്ള പ്രാർത്ഥനയാണ് റബ്ബി വ റബ്ബുക്കല്ലാ, നിന്റെയും എന്റെയും ഒക്കെ റബ്ബല്ലയാണെന്നും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയുള്ള പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, അങ്ങനെ മാസപ്പിറവി ദൃശ്യമായി റമദാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, നോമ്പിന്റെ സമയമായി കഴിഞ്ഞാൽ അവൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നോമ്പിന് നീയത്തുണ്ടാവലാണ്. അവിടെ മുതൽ തുടങ്ങാണ് നമ്മുടെ നാട്ടിൽ അറിവില്ലായ്മ. ഒരു നീയത്തിന്റെ കാര്യത്തിൽ പോലും നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുക. പള്ളിയിൽ നിന്ന് ഇമാമ് എല്ലാവരും നീയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഓലിങ്ങനെ ചൊല്ലി പറഞ്ഞ് ഏറ്റി പറഞ്ഞ് എന്തോ പറഞ്ഞു പോവുകയാണ്. ഒരാൾ ഫർദ് നോമ്പിന്റെ നീയത്ത് വെക്കേണ്ടത് സുബ്ഹ് നമസ്കാരത്തിന്റെ ഫജ്റിന്റെ ബാങ്കിന്റെ മുമ്പ് വെച്ചിരിക്കണം. ചില പണ്ഡിതന്മാര് പറഞ്ഞു രാത്രിയിൽ തന്നെ നിർബന്ധമായും വെച്ചിരിക്കണം നീയത്ത്. ഞാൻ ഈ ദിവസത്തെ നോമ്പ് നോൽക്കുമെന്നുള്ള മനസ്സിന്റെ അകത്ത് കരുതലാണ് നീയത്തെന്ന് പ്രത്യേക വാക്കൊന്നുമില്ല, പ്രത്യേക ഒരു പദമൊന്നും പഠിപ്പിച്ചെന്നിട്ടില്ല. ഞാൻ ഈ ദിവസത്തെ നോമ്പ് നോൽക്കുമെന്ന് മനസ്സിൽ നീയത്ത് വെക്കിൽ നിന്ന് കരുതുക എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നീയത്തടിസ്ഥാനത്തിലാണ് നമ്മളെ കർമ്മങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും ഏകോപിച്ച് പറഞ്ഞു ലാ യസിഹു സൗമു ബിദൂനി നിയ്യത്തിൻ, നിയ്യത്തില്ലാത്തോന്റെ നോമ്പ് ശരിയാകൂല. അതാത്തിനേച്ചുകണ് പട്ടിണി കിടന്നിക്കണ ഒക്കെ ശരിയാക്കണം. തൊട്ടടുത്ത് രാത്രിയിൽ അവൻ ഇങ്ങനെ സംഭവം ഇങ്ങനെ നീയത്ത് അവന് വിചാരിച്ചിട്ടേ ഇല്ലെങ്കിൽ അവന്റെ നോമ്പ് സ്വഹിയാകൂല. ഫജ്റിന്റെ മുമ്പെങ്കിലും ലാ സുയാമ ലിമൻ ലം യുജ്മിഅ ഖബ്ലൽ ഫജ്രി. ഹഫ്സ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫജ്റിന്റെ മുമ്പ് നിയ്യത്ത് വെക്കാത്തവന് നോമ്പില്ല, ഫർദ് നോമ്പില്ല. സുന്നത്താണെങ്കിൽ നേരം വെളുത്തിട്ടായാലും കുഴപ്പമൊന്നുമില്ല, 8 മണിക്ക് ശേഷം തുടങ്ങിയാലും മതി, കുഴപ്പമൊന്നുമില്ല. നിയ്യത്ത് തുടങ്ങിയാലും പ്രശ്നമില്ല. ഫർദാണെങ്കിൽ അത് പറ്റൂല. അതോടൊപ്പം തന്നെ വിശ്വാസികളെ, നമ്മുടെ നോമ്പ് ദുർബലമാകുന്ന നശിപ്പിക്കുന്ന ഒരു കാര്യവും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗൗരവമുണ്ട്. ചില കാര്യങ്ങൾ സംഭവിച്ചാൽ നോമ്പ് മുറിയുന്ന മാത്രല്ല, പകരം നോറ്റുവീട്ടിയാൽ മാത്രം പോരാ, ചില കഫാറത്ത് വരെ കൊടുക്കേണ്ടി വരും. നോമ്പ് മുറിയൽ മാത്രാവില്ല, ചില കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മാത്രമാകും. അങ്ങനെ പല കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായ ഉലമാക്കന്മാര് പറഞ്ഞത് ഒന്നാണ് ലൈംഗിക ബന്ധം സൂക്ഷിക്കണം, ശരിക്ക് നിയന്ത്രണ വിധേയമാക്കാൻ. അടുത്തിടെ വിവാഹം കഴിഞ്ഞവർ, പ്രവാസ ജീവിതത്തിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നവർ, അങ്ങനെ പല ആളുകൾ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടമാണ്. ഒന്നാലോചിച്ചോളിയും, റമദാനിലെ നോമ്പിന്റെ വിഷയത്തിൽ ആർക്കെങ്കിലും ജിമാഅ് സംഭവിച്ചാൽ 2 മാസം തുടർച്ചയായി അവർ റമദാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കണം. അതതിന്റെ പണിഷ്മെന്റാണ്. അതിന് സാധ്യമായില്ലെങ്കിൽ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇത്ര ഗൗരവമായി പറയാനുള്ള കാരണം നോമ്പ് മുറിയുമെന്നതുകൊണ്ട് മാത്രമല്ല, വല്ലിസ്തിംനാ, സ്വയം ഭോഗത്തിലൂടെയോ മറ്റോ ശുക്ലസ്ഖലനം സംഭവിച്ചാൽ. ഇതിങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് ഇങ്ങനെ പറയല്ലാതെ വേറെ മാർഗമല്ല. പഠിക്കാൻ ഇന്ന് ജനങ്ങൾ ആരും ഇത്ര ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സ് നാട്ടിൽ എവിടെയും കിട്ടൂല. ഏത് ക്ലാസ്സിന് പോയാലും 10-20 ആളുണ്ടോ. ജുമുഅക്ക് നിർബന്ധമായതുകൊണ്ട് അനൗൺസ്മെന്റ് ഇല്ലാതെ നമ്മളൊക്കെ വന്നിരിക്കും. ഇസ്തിംനാ, ശുക്ലസ്ഖലനം സംഭവിച്ചാൽ, അറിഞ്ഞുകൊണ്ട് സംഭവിച്ചാൽ അവന്റെ നോമ്പണ് ബാത്തിലായി. അറിയാതെ സ്വപ്നസ്ഖലനമായി സംഭവിച്ചു കഴിഞ്ഞാൽ അത് പൊറുക്കപ്പെടും, അത് പ്രശ്നമാക്കുന്നില്ല, അതിന് നോമ്പ് ബാധിക്കുന്ന പ്രശ്നവുമല്ല. അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അവന്റെ നോമ്പ് ബാത്തിലായി, നോറ്റ് വീട്ടണം. പല കഫാറത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അറിയാതെ ആണ് സംഭവിച്ചതെങ്കിൽ അവന്റെ നോമ്പ് മുറിയുക പോലുമില്ല. ഒരേ ഭക്ഷണിക്കും കഴിച്ചിട്ടുണ്ടാവുക. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ വേറെയാണ് നിയമം, മനഃപൂർവ്വമല്ല, അറിയാതെ മറന്നാണ് കഴിച്ചു പോയതാ, അതിന് ബാധകമല്ല. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പോഷകം പോലെ നമ്മുടെ ശരീരത്തിലേക്ക് പോഷകം ലഭിക്കപ്പെടുന്ന മറ്റെന്തെങ്കിലും ഇഞ്ചക്ഷനുകൾ അടിച്ചാൽ നോമ്പ് പോവും. നല്ലൊരു അടിപൊളി ഒരു മരുന്ന്, സ്റ്റിറോയിഡ് പോലെ നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ഒരു ഗ്ലൂക്കോസ് കയറി വിടുന്ന നല്ലൊരു ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നോമ്പ് ബാത്തിലാകും. അത് വയറിലേക്ക് എത്തണമെന്നൊന്നുമില്ല, നല്ല പോഷകം ലഭിക്കുന്ന, ശരീരത്തിന് ഉന്മേഷം ലഭിക്കുന്ന ഒരു മരുന്ന് അത് കയറിയാലും മതി. അതേസമയത്ത് സാധാരണഗതിയിൽ ഒരു പെയിൻ കില്ലർ, ഒരു വേദനാ സംഹാരിക്ക് ഒരു ഇഞ്ചക്ഷൻ അടിച്ചു, ഇതൊരു മരുന്നാണ്.
അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് വല്ല നായ കടിച്ചു, പൂച്ച കടിച്ചു, പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വന്നു. ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പോഷകം ലഭിക്കുന്നതാകാൻ പാടില്ല. അഞ്ചാമത്തേത് ശരീരത്തിൽ നിന്ന് രക്തം പുറത്തെടുക്കലാണ്. പണ്ടൊക്കെ ഹിജാമയായിരുന്നു, ഇപ്പൊ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ. ചിലപ്പോ ചില എമർജൻസി കേസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്തം കൊടുക്കേണ്ട അനിവാര്യമായ ഘട്ടം വന്നാൽ അയാൾ നോമ്പ് ഒഴിവാക്കേണ്ടി വരും, അയാൾ നോമ്പ് പൂർത്തിയാക്കാൻ പറ്റൂല. പിന്നെ ഒരു ദിവസം നോറ്റ് കൂട്ടിയാൽ മതി. അത് നോമ്പ് മുറിയുന്ന കാര്യമാണ്. മനഃപൂർവം ഛർദിച്ച് കളഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യമാണ്. അറിയാതെ എന്തെങ്കിലും ഗ്യാസ് ട്രബിൾ കാരണം കൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് നോമ്പ് മുറിയില്ല. അതുപോലെ തന്നെ ഒരു നോമ്പുകാരി പെണ്ണ്, അവൾക്ക് ഹൈദിന്റെയോ നിഫാസിന്റെയോ രക്തം വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ അവളുടെ നോമ്പ് ബാത്തിലായിട്ടുണ്ട്, അവൾ ആ നോമ്പ് പിന്നീട് നോറ്റുവീട്ടണം. സഹോദരങ്ങൾ, ഇതൊക്കെ അതിന്റെ ചെറിയ ഭാഗങ്ങളാണ്. അഹ്ലൻ റമദാനുകൾ നാടുകളിൽ പല പ്രോഗ്രാമുകളായിക്കൊണ്ട് നടക്കുമ്പോൾ എൻ്റെ റമദാനിനെ, എൻ്റെ നോമ്പിനെ പരിപോഷിക്കാൻ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യാസമായി ഒന്ന് സജീവമാക്കാൻ, കൂടുതൽ നന്മയിലേക്ക് അടുക്കാൻ ഞാൻ എന്തൊക്കെ അറിയണം, പഠിക്കണം, എൻ്റെ പ്ലാനിങ് എങ്ങനെ ഉണ്ടാവണം, എൻ്റെ ഷെഡ്യൂൾ എന്തൊക്കെ മാറ്റണമെന്ന് സ്വയം ഒന്ന് തീരുമാനിക്കണം. നല്ല സമയം കൊടുക്കണം. ഈ റമദാനും ഈ നോമ്പുകാലവും എൻ്റെ നല്ല ഒരു സമയം ഇബാദത്തുകളിലേക്ക് വരാൻ, എൻ്റെ കച്ചവടത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ ജോലിയിൽ എന്തൊക്കെ ഷിഫ്റ്റിംഗ് നടത്തണമെന്നുള്ളതും ഷോപ്പിങ്ങുകളും പർച്ചേസിങ്ങുകളും റമദാനിൽ തിരക്കുണ്ടാവാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ നേരത്തേക്ക് ക്രമീകരിക്കാനൊക്കെ ഒരുങ്ങി പുറപ്പെടാനാ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, ഇത് നിങ്ങളോട് മാത്രം ചെയ്തതല്ല, നിങ്ങളുടെ മുൻഗാമികൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിന്റെ എല്ലാം അടിത്തറ പട്ടിണി കിടക്കലല്ല, ഭക്ഷണം ഒഴിവാക്കലല്ല, മറ്റുള്ളതൊന്നല്ല. അടിസ്ഥാനം ലഅല്ലക്കും തത്തഖൂൻ, നമുക്ക് ഭക്തി കയറാനാണ്. 11 മാസത്തേക്കുള്ള ഈമാനിനെ ടാർഗറ്റ് ചെയ്തത് പൊങ്ങി വരണം. ഈമാൻ ശക്തമാകണം, എല്ലാ ദുർബലതകളിൽ നിന്ന് രക്ഷപ്പെടണം, ശുദ്ധിയുള്ള ജീവിതത്തിലേക്ക് വരണം, മാനസികമായി, ശാരീരികമായി, ലൈംഗികമായി, സാമ്പത്തികമായി ശുദ്ധനാവാനുള്ള ഒരുക്കത്തിനാണ് തഖ്വ എന്ന് പറയുന്നത്. നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ് എന്നും അത് നേടാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ പട്ടിണി കിടക്കുന്നത് എന്നും, ഇതിന്റെ പ്രതിഫലം തരുന്നത് പടച്ച റബ്ബാണ് തരുന്നത്. എല്ലാത്തിനും പ്രതിഫലം പടച്ചു തന്നെ തരുന്നത്. പക്ഷെ ഇതിന്റെ കൂലി ഉണ്ടല്ലോ, ഇതൊരാൾക്കും പ്രവചിക്കാൻ കഴിയാത്ത പ്രതിഫലമാണ്. മൻസാമ റമളാന ഈമാനം വഹ്തിസാബ, പുണ്യം പ്രതീക്ഷിച്ച് ഈമാനോടെ റമളാനിൽ നോമ്പ് നോറ്റാൽ, ശ്രദ്ധിച്ചോളേ, ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച് നല്ല മനസ്സോടെ നോമ്പ് നോറ്റാൽ, ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ കാല സകല പാപങ്ങളും പൊറുക്കാനുള്ളതാണ്. അസ്സിയാമു ജുന്നത്തും മിനന്നാർ, ഒരു നോമ്പ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പരിചയാണ്. ഒരൊറ്റ ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷക്കാലം വഴിദൂരത്ത് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ് ഒരു നോമ്പ്. അള്ളാഹുവിനെ സ്വർഗത്തിൽ കണ്ടുമുട്ടാനുള്ള വലിയ നന്മയാണ് സിയാം എന്ന് വിശദീകരിപ്പിച്ചത്. 8 കവാടങ്ങൾ സ്വർഗത്തിന് പഠിപ്പിച്ചപ്പോൾ അതിൽ കാണാം ഫീഹാ ബാബുൻ, ആ 8 കവാടത്തിൽ ഒരു ബാബ് എന്ന് പറയുന്നത് യുസമ്മർ റയ്യാൻ, റയ്യാൻ എന്ന കവാടമാണ്. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, നോമ്പുകാരല്ലാതെ അതിലൂടെ കേറൂല. അവർക്കൊരു പ്രത്യേക കൺസിഡറേഷൻ, ഒരു പരിഗണന. നോമ്പുകാർക്ക് വേണ്ടി 8 കവാടത്തിൽ ഒരു റയ്യാൻ ഒരുക്കി വെച്ചിരിക്കുന്നു. അവന്റെ വായയിൽ നിന്ന് വരുന്ന സുഗന്ധം വരെ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലഖലൂഫു ഫമിസ്സായിമി, നോമ്പുകാരന്റെ വായയിൽ നിന്നുണ്ടാകുന്ന ആ ഗന്ധമുണ്ടല്ലോ, അത്യബു ഇൻദല്ലാഹി മിൻ റിഹിൽ മിസ്കി, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ഗന്ധമാണ്. അത് ഞമ്മക്കുണ്ടാവൂല, നമ്മുടെ കയ്യിലല്ല, അള്ളാന്റെ അടുത്ത് അതിന്റെ ഗന്ധം. ഈ ഗന്ധം ഉണ്ടാക്കാൻ വേണ്ടി ആരും പല്ല് തേക്കാതെ നടക്കണ്ട, വായ വൃത്തിയാക്കാതെ നടക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കണ്ട സ്വഹാബത്ത് ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, നബി തങ്ങൾ ചെയ്തത് ഞാൻ കണ്ടു. റഅയ്തു നബിയ, ഞാൻ നബിനെ കണ്ടു. യസ്താഖു, പല്ല് തേച്ച് വൃത്തിയാക്കുന്നത്. വഹുവ സ്വായിമുൻ, നോമ്പുകാരനായിരിക്കെ. മാലാ ഉഹ്സി, എത്ര തവണയാണ് എന്ന് കണക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. നന്നായി പല്ല് തേച്ച് വൃത്തിയാക്കും. നോമ്പുകാരൻ നല്ല വൃത്തിയുള്ളവനാവണം. അത് കാർക്കിച്ച് തുപ്പിയും ആകെ കൂടി അങ്ങാടി മലിനമാക്കിയും
നേരാവണ്ണം ശരിയാവണ്ണം കുളിക്കാതെയും ആകെ ഉറക്കച്ചടവോടെയും തീർക്കേണ്ടതല്ല എന്നും ഊർജ്ജസ്വലനായി നല്ലപോലെ വൃത്തിയുള്ളവനായി ഒരു നല്ല ഉന്മേഷഭരിതനായി മാറുന്നൊരു നോമ്പുകാരനായി മാറാൻ നമുക്ക് സാധ്യമാകണമെന്ന നല്ല ഒരു നിയ്യത്തോടെ സുന്നത്ത് നോമ്പിലും ഫർള് നോമ്പിലും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു നല്ല അറിവുള്ള ബോധമുള്ള ശരിയാവണ്ണത്തിൽ ആരോഗ്യത്തോടെ പൂർണ്ണമായ നോമ്പുകളൊക്കെ പാലിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ഈമാനും ഊർജവും കരുത്തും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമവിധികൾ പാലിച്ചുകൊണ്ട് വിശ്വാസത്തെ കർമ്മങ്ങളെ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. സ്വർഗമെന്ന വിശാലമായ ലോകം, രോഗങ്ങളില്ലാത്ത, വാർദ്ധക്യങ്ങളില്ലാത്ത, മരണമില്ലാത്ത മനുഷ്യന്റെ പൂർണ്ണ സംതൃപ്തിയുടെ ലോകം. ഒരു മനുഷ്യൻ ഇച്ഛിക്കുന്ന കൊതിക്കുന്നതെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞതാണ് അള്ളാഹുവിന്റെ സ്വർഗം എന്ന വിശാലമായ ലോകം. 100 തട്ടുകളുള്ള ജന്നാത്തുൽ ഫിർദൗസ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് കാണാൻ സാധിക്കും, സൽസബീൽ എന്ന് പറയുന്നൊരു പാനീയം അവിടുത്തെ പുണ്യവാളന്മാർക്ക് കുടിക്കാൻ കൊടുക്കും. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. കർപ്പൂരത്തിന്റെ ഗന്ധം ചേർന്ന നല്ല മനോഹരമായ പാനീയങ്ങൾ അവർക്ക് കുടിക്കാൻ കൊടുക്കും. എന്ത് കർമ്മത്തിന്റെ പേരിലാണ് അവർക്ക് ഈ സ്വർഗം കൊടുക്കുന്നത്? വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ. ദുനിയാവിൽ നല്ലപോലെ ക്ഷമിക്കുന്നവർക്കുള്ളതാണ് ആ സ്വർഗത്തിന്റെ പദവി. പുണ്യവാളന്മാരായ ആളുകൾക്ക് അത് കൊടുക്കാനുള്ള കാര്യം എന്താണ്? വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അവർ പുണ്യവാളന്മാർ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും. ആരാ? യതീമൻ, അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കും. പാപ്പല്ല വീട്ടില് നല്ല വലിയ വീട് കാണാണ്ട് വീട്ടിനുള്ളിൽ താമസിക്കുന്ന 4 കുട്ടികളും ഒരു ഭാര്യയും. ആരാണവർ? ആ കുട്ടികളെ വിളിക്കുന്ന പേരാണ് യതീം. ബാപ്പ നഷ്ടപ്പെട്ട മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ് അവർ ചെയ്ത വലിയ കാര്യം. അനാഥകളെ തലോടാത്ത, അനാഥകളെ സ്നേഹിക്കാത്ത, അവരുടെ വീടിന്റെ പ്രയാസം അറിയാത്ത, ആ വീട്ടിലെ വിധവയെ മനസ്സിലാക്കാതെ പോയ വിശ്വാസികളാണോ നമ്മൾ? നമുക്ക് ആ പാനീയം കുടിക്കാൻ കിട്ടുമോ? മിസ്കീനിനെയും യതീമിനെയും അസീറിനെയും ഭക്ഷിപ്പിക്കുന്ന സ്വഭാവമുള്ളവരാണ് മിസ്കീൻ. അല്ല, ഒരുപാട് ദാരിദ്ര്യമുണ്ട്. ഒരാളോടും അയാളുടെ സങ്കടങ്ങൾ തുറന്നു പറയൂല. അയാളെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ ഒരാളോടും വന്ന് സങ്കടം പറഞ്ഞ് ഏറ്റുപറഞ്ഞ് പൈസ ചോദിക്കൂല. മിസ്കീനായ ആളുകളെ സഹായിക്കും, ഭക്ഷണം കൊടുക്കും, യതീമിന് ഭക്ഷണം കൊടുക്കും, ബന്ധനസ്ഥരായി തടവിലാക്കപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. അതുകൊണ്ടാണ് അവർക്ക് ആ പ്രതിഫലം കൊടുക്കുന്നത്. എന്നാൽ മതത്തിൽ ചില മനുഷ്യരുണ്ട്, അവർ മതത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്നവരാണ്, ഒറിജിനലുകളല്ല, അവർ വ്യാജന്മാരാണ്. സൂക്ഷിക്കണം, അവർ ഡ്യൂപ്ലിക്കേറ്റുകളാ. ആരാണവർ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. യതീമിനെ തള്ളിമാറ്റും, പരിഗണിക്കൂല. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. സാധുക്കൾക്കൊരു ഭക്ഷണം കൊടുക്കുക എന്നത് പരിഗണിക്കാത്തവരാണ്. ഫാമിലിനെയും കൂട്ടി ആഴ്ചയിൽ 2 പ്രാവശ്യം അൽഫാമും മന്തിയൊക്കെ കൊണ്ടുപോയി തീറ്റിപ്പിക്കും. ഒരു 150 ഉറുപ്പിക്ക് ഒരു സാധുവിന് അരി മേടിച്ചു കൊടുക്കും. മാസം 10,000 നേർന്ന ട്രിപ്പുകൾ അടിക്കും. അന്നം കിട്ടാതെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും പ്രയാസപ്പെടുന്ന ഒരു യതീമിന്റെ കണ്ണുനീര് തുടക്കാൻ ആ വിരലുകൾ ഇതുവരെ മുതിർന്നിട്ടില്ല. വ്യാജനാണ് അയാൾ. അയാൾ ഒറിജിനൽ അല്ല. അയാൾ മതത്തിന്റെ വ്യാജ മൂടുപടത്തിൽ ജീവിക്കുന്നവനാണ്. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞു, ചില മനുഷ്യർ നരകത്തിലാണ് ചെന്ന് പതിച്ചത്. അവരോട് ചോദിച്ചു, എന്തേ നരകത്തിൽ വീണത്?
ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കൂലായിരുന്നു. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു പ്രചോദനവും നൽകൂലായിരുന്നു. കൊടുക്കാൻ സഹായിക്കൂല, ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് നരകത്തേക്ക് വീണത്. ഇനി റമദാൻ വരാൻ പോവാ, പലയിടങ്ങളിലും പലർക്കും ജോലിയില്ല. പല ആളുകൾക്കും റമദാൻ മാസത്തിൽ സാധാരണ പോലെ ജോലിയും കൂലിയും ശമ്പളവും ഒക്കെ ഇല്ലാത്ത അവസ്ഥകൾ വരും. നോമ്പുകാരനായി അവരുടെ വീടുകളിൽ കഴിയുമ്പോഴും പട്ടിണി, രാത്രി സമയങ്ങളിൽ പട്ടിണിയുള്ള ആളുകൾ ഉണ്ടാകും. നോമ്പ് തുറക്കാനുള്ള ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്നവരുണ്ടാകും. നമ്മളിങ്ങനെ ചിന്തിക്കണം, എന്റെ വീട് പോലെ തന്നെയാണ് അവന്റെ വീടും. എന്താ അപ്പം എല്ലാവർക്കും സുഖല്ലേ, റേഷൻ കടയിലൊക്കെ സാധനം കിട്ടണില്ലേ, എല്ലാവർക്കും അത്യാവശ്യം. ഇല്ലാത്തവരുണ്ട്. എല്ലാവരെയും ഒരേ കണക്കിൽ ഒരേ സ്കെയിലിൽ നീ അളക്കരുത്. ഇല്ലാത്തവനെ പരിഗണിക്കാനാണ് നോമ്പുകാരൻ പഠിക്കേണ്ടത്. മൻ ഫതറ സായിമ, ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മിസ്ലു അജ്രിഹി, നോമ്പ് നോറ്റവന്റെ അതേ കൂലിയാണ്. ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി, നോമ്പുകാരന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ, അത് നിർത്തരല്ല, അവന്റെ അതേ പ്രതിഫലം അവനെ കുറയാതെ നോമ്പ് തുറപ്പിച്ച മനുഷ്യന് ലഭിക്കുമെന്നത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഭക്ഷണം കൊടുപ്പിക്കുക, നോമ്പ് തുറപ്പിക്കുക എന്നതൊക്കെ അത്ര മഹത്തരമായ പുണ്യകരമായി ആലോചിക്കണം, നമ്മുടെ മനസ്സിലുണ്ടാവണം. റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ എത്ര ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവം കൊടുത്തിട്ടുണ്ട്. എന്റെ ചെറിയ ഒരു ശമ്പളം കൊണ്ട്, എന്റെ കടയിൽ നിന്ന് കിട്ടുന്ന 100 രൂപ വരുമാനം കൊണ്ട്, എന്റെ ചെറിയ ചെറിയ ബിസിനസിന്റെ പ്രോഫിറ്റ് കൊണ്ട് ഈ നാട്ടിലെ എത്ര യതീമായ മിസ്കീനായ വിധവകളായ കുടുംബങ്ങൾക്ക് ഭക്ഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ, സമാധാനിക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. ചാരിറ്റി എന്ന പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ചക്കരക്കല്ലിൽ അതിനു വേണ്ടി ഒരു സംവിധാനം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ചാരിറ്റി വിങ്ങുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റമദാൻ വരുമ്പോൾ സ്വാഭാവികമായും അത്തരം വീടുകളെ കണ്ടെത്തിയിട്ട് ഇഫ്താർ കിറ്റ് നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. 1500 രൂപയാണ് ഒരു കുടുംബത്തിനുള്ള കിറ്റിന്റെ റേറ്റ്. അപ്പൊ നമ്മൾ വലിയ ചിന്തയോടുകൂടി 1500 എന്നെ കൊണ്ട് കഴിയില്ല, കഴിയുന്നവരെ കൊണ്ടതിലേക്ക് പേര് കൊടുക്കാം, സ്പോൺസർ ചെയ്യിപ്പിക്കാം, നമുക്കതിൽ ഒരു 500 കൊടുത്ത് പങ്കാളിയാകാം. എന്തും കൊടുത്താലും ഒട്ടും കുറയാത്ത ഒരു വലിയ പുണ്യകരമായ കർമ്മമായി നമ്മൾ അതിനെ ഉൾക്കൊണ്ടാൽ അത് വിജയിക്കും. ഒരുപാട് വീടുകളിലേക്ക് നമ്മൾ കാരണം കൊണ്ട് ഭക്ഷണം എത്തിക്കുന്ന മാർഗമാണ്. അള്ളാഹുവിന്റെ അടുത്ത് വമ്പിച്ച പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഒരു മേൽനോട്ടത്തിൽ, നമ്മുടെ ഒരു ചെറിയ അനക്കത്തോടെ, ഒരു പ്രോത്സാഹനത്തോടെ ആ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് അതിനുവേണ്ടി എല്ലാവരും അവരുടെ മനസ്സുകൊണ്ട് അതിന് ഒരുങ്ങണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതിന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാവരും സഹകരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സൂചനകളും അറിയിപ്പുകളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സ്വതക്കയാണ് നമ്മൾ നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോ നന്മകൾ ചെയ്യുമ്പോഴും അതിന്റെ ഇരട്ടി പുണ്യവും നമ്മുടെ സമ്പത്തിലുള്ള ബറക്കത്തും അള്ളാഹുവിൽ നിന്നുള്ള ഖൈറും നമുക്ക് അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പ് നൽകണമേ. രോഗികളായ പലരും പല പ്രതിസന്ധികളുടെ മുമ്പിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെ പ്രയാസങ്ങളെ നീ പൂർണ്ണമായി മാറ്റിക്കൊടുത്ത് ശിഫ നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, അള്ളാഹുവേ, എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, എല്ലാ മേഖലയിലും സന്തോഷവും കൺകുളിർമയും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ സമ്പത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മക്കളിലൂടെ കൺകുളിർമ നൽകണമേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നിർഭയത്വത്തോടെ ഈ ദിനരാത്രങ്ങളും വരുന്ന മാസങ്ങളും ഒക്കെ സജ്ജമാക്കാനുള്ള മഹത്തായ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.